എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസം മാർച്ച് 13-ാം തീയതി ആറ്റുകാൽ പൊങ്കാല നടക്കുവാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്പലത്തില് അനേക ലക്ഷം ഭക്തജനങ്ങളുടെ പൊങ്കാല സമർപ്പണമാണ്. ഈ ഒരു പൊങ്കാല അർപ്പിക്കുന്നതിനായിട്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും എല്ലാ വൃതാനുഷ്ഠാനങ്ങളോടും കൂടിയും ദേവിക്ക് പൊങ്കാല വഴിപാട് നടത്തി പോരുന്നു. നാടൊട്ടക്കുമുള്ള ജനങ്ങള് ഈ ഒരു സമർപ്പണത്തിനായിട്ട് ഒരുപാട് ഭക്തിയോടുകൂടി തന്നെയാണ് ആറ്റുകാൽ അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നതും ദേവിക്ക് ഒരുപാട് തന്നെ ഇഷ്ടമുള്ള ശർക്കര വെച്ചിട്ടാണ് അമ്പലത്തില് പൊങ്കാല എല്ലാവരും തയ്യാറാക്കി എടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യം ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ വീഡിയോ രൂപത്തിൽ കാണിച്ചു തരുന്നത്. പൊങ്കാല പായസം ഇതുവരെയും തയ്യാറാക്കി നോക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോ ആറ്റുകാൽ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത എന്റെ കൂട്ടുകാർക്കും പ്രാർത്ഥനയോടുകൂടിയും നോൻപോടുകൂടിയും തന്നെ വീടുകളിലും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് പൊങ്കാല പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് പൊങ്കാല പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു മൺകലമാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ പൊങ്കാല തയ്യാറാക്കി എടുക്കും വിറകടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. എനിക്കിപ്പോൾ വിറകടുപ്പ് വെച്ച് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പാചകം ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൺകലത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊങ്കാല തയ്യാറാക്കി എടുക്കുമ്പോൾ പുത്തൻ മൺകലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ വെള്ളം ഞാനിപ്പോൾ കല നിറച്ചിട്ടില്ല, 2 പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാൽപ്പായസമൊക്കെ തയ്യാറാക്കുന്ന അരിയാണ്. ഈ ഒരു അരി വെച്ചിട്ടാണ് നമ്മൾ പൊങ്കാല പായസം തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഈ അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് അരി വാരിയിട്ട് കൊടുക്കേണ്ടത്. പൊങ്കാല സമർപ്പണത്തിനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ശരണം വിളിയോടുകൂടി തന്നെ കല 3 തവണ ഉഴിഞ്ഞതിന് ശേഷമായിരിക്കണം അരി വെള്ളത്തിലേക്ക് വാരി നിറയ്ക്കേണ്ടത്. അരി കലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതും. പൊങ്കാല സമർപ്പിക്കുമ്പോൾ അരി തിളച്ച് വീഴുന്ന ദിശയും വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. അരി ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുന്ന അരി ഒരു 3/4 വേവ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കര കൂടെ ചേർക്കാം. ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ശർക്കര പൊടിയാണ്. 3/4 കപ്പോളം ശർക്കര പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര കൂടെ ചേർത്തിട്ട് നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺകലം ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അരിയും ഇപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റിയ പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് 2 കൈപ്പിടിയോളം നാളികേരം തിരുമ്മിയത് ചേർക്കാം. വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പഴം ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ അരിയെല്ലാം വെന്ത് നല്ല പോലെ കലത്തിൽ തിങ്ങ നിറഞ്ഞു നിൽക്കുന്നൊരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. പഴം കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവിൽ പഴം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അമ്പലങ്ങളിലെ നിവേദ്യമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് തേനും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. അതുകൊണ്ട് ഞാനും ഈ ഒരു പൊങ്കാലയ്ക്ക് തേൻ ചേർക്കാറുണ്ട്. ഓരോ നാടിന്റെയും പ്രത്യേകത അനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളുടെ അളവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കാഷ്യൂസ് കൂടെ ചേർക്കാം. വീണ്ടും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച പൊടി കൂടെ കുറച്ച് തൂവിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം ഇവിടെ റെഡിയാണ്. ആറ്റുകാൽ അമ്പലത്തിൽ നമ്മൾ പൊങ്കാല പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ തീർത്ഥം തളിക്കാതെ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സൂര്യന്റെ ശക്തിയായ ചൂടേറ്റ് ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം പുറത്തു പോകുന്ന രീതിയിൽ വെയിലേറ്റ് വാടി തളർന്നാണ് നമ്മൾ ഈ പൊങ്കാല പായസം ഭഗവതിക്ക് അർപ്പിക്കുന്നത്. അത്രയും ഭക്തിസാന്ദ്രമായ നല്ലൊരു നിമിഷമാണ് ആറ്റുകാൽ പൊങ്കാല സമർപ്പണം. സ്ത്രീകളായ നാം എല്ലാവരും നമ്മുടെ ആഗ്രഹം നിറവേറ്റുന്നതിനും മനഃശാന്തി കൈവരിക്കുന്നതിനും
കൂട്ടപ്രാർത്ഥനയോടുകൂടിയും ശരണം വിളിയോടും കൂടിയും തയ്യാറാക്കുന്ന ഈ ഒരു പൊങ്കാല പായസം അമ്പലത്തിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വീടുകളിൽ പൊങ്കാല പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ പൊങ്കാലയ്ക്കായിട്ട് ഞാനും കാത്തിരിക്കുവാണ്. അനന്തപുരി മുഴുവനും ഭക്തി സാന്ദ്രമാകുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. എല്ലാവർക്കും നന്മയുണ്ടാകുന്നതിനായിട്ട് എൻ്റെ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെയും ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.